ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണല്ലോ യാത്ര 2. 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ യാത്ര എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ ആന്ധ്ര രാഷ്ട്രീയം പറയുന്ന ഒരു രാഷ്ട്രീയ സിനിമ കൂടിയാണ് യാത്ര 2. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ജീവനായകനായി എത്തുന്ന മമ്മൂട്ടി കാമിയോ റോളിലെത്തിയ ഈ തെലുഗു സിനിമ തെലുഗു ഭാഷയിൽ മാത്രമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലെ റിലീസിനായിട്ട് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ സിനിമ റിലീസ് ചെയ്തിട്ടില്ല. വൈഎസ്ആറായി മമ്മൂട്ടിയും വൈഎസ്ആറിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയായിട്ടാണ് സിനിമയിൽ ജീവയും എത്തിയിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയുടെ ആരാധകർക്കും അതോടൊപ്പം തന്നെ ആന്ധ്ര രാഷ്ട്രീയം ഇഷ്ടമുള്ളവർക്കും യാത്ര 2 എന്ന ഈ തെലുഗു സിനിമ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതല്ലാതെ മൊത്തം സിനിമ പ്രേമികളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. യാത്ര 2 എന്ന സിനിമ ഇമോഷണലി കണക്ട് ചെയ്യുന്ന സിനിമയാണ്. ഒപ്പം തന്നെ ജഗൻമോഹൻ റെഡ്ഡിയായിട്ട് സിനിമയിൽ ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ കാമിയോ റോൾ വളരെ കുറച്ച് ഡ്യൂറേഷൻ മാത്രമുള്ളെങ്കിലും അതും മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം നേരിടുത്തിട്ടുണ്ട്. എന്നാൽ അതേസമയം നല്ല രീതിയിൽ ലാഗുള്ള സിനിമയാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ സിനിമകൾ ഇഷ്ടമല്ലാത്തവർക്ക് ഒരുപക്ഷെ ഈ സിനിമ കണക്ട് ആകണമെന്നില്ല. ഇതോടൊപ്പം തന്നെ ഒരു പ്രൊപ്പഗാൻഡ സിനിമ എന്ന നിലയിൽ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യരുത് തുടങ്ങിയ ഒരു അഭിപ്രായവും മറ്റൊരു സൈഡിലെല്ലാം തന്നെ വരുന്നുണ്ട്. യാത്രയുടെ ആദ്യ ഭാഗം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന വൈഎസ്ആറിന്റെ യാത്രയായിരുന്നു പറഞ്ഞതെങ്കിൽ രണ്ടാം ഭാഗം വൈഎസ്ആറിന്റെ മരണവും തുടർന്നുള്ള ജീവ അവതരിപ്പിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയുടെ യാത്രയും എല്ലാം തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അത്യാവശ്യം ബഡ്ജറ്റുള്ള ഒരു തെലുഗു സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണ് യാത്ര 2 എങ്കിൽ പോലും സിനിമയ്ക്ക് റിലീസിന് മുന്നേ വലിയ ഹൈപ്പോ നാം തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഒപ്പം മമ്മൂട്ടിയുടെ സ്വന്തം സംസ്ഥാനമായ നമ്മുടെ കേരളത്തിൽ ഒരു തിയേറ്ററിൽ പോലും സിനിമ റിലീസ് ചെയ്തിട്ടില്ല എന്നത് പ്രത്യേകം പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. രാഷ്ട്രീയ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും കാണാം എന്നൊരു അഭിപ്രായം എല്ലാം തന്നെയാണ് യാത്ര 2 നേടിയെടുത്തിരിക്കുന്നത്. ഇനി നാം ഉറ്റുനോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്കാണ്. മികച്ച കളക്ഷൻ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് സിനിമ തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട്. കാത്തിരിക്കൂ യാത്ര 2 എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട്.